ഇന്നത്തെ ടോപ്പിക് ophthalmic lens manufacturing ആണ്. ഫസ്റ്റ് ഹിസ്റ്ററി ഓഫ് ഗ്ലാസ്. ഹിസ്റ്ററി നിങ്ങൾക്ക് പഠിക്കണം. ഹിസ്റ്ററി നിങ്ങൾക്ക് സിലബസിൽ പ്രത്യേകമായിട്ടും ഹിസ്റ്ററി ഒരു ബ്രീഫ് ഹിസ്റ്ററി ഡീറ്റെയിൽ ആയിട്ടല്ല, ഒരു ബ്രീഫായിട്ടെങ്കിലും ഹിസ്റ്ററിനെ പറ്റിയിട്ട് പറയുന്നുണ്ട് സിലബസിൽ. അത് കാരണം ഹിസ്റ്ററി പഠിക്കണം. ബ്രീഫ് ഹിസ്റ്ററി ഓഫ് ഗ്ലാസ്. ഹിസ്റ്ററിയിൽ കാര്യമായിട്ടെന്ന് പറയുന്നത് പണ്ട് എങ്ങനെയാണ് കണ്ണട ഉപയോഗിച്ച് തുടങ്ങിയതെന്ന് ആദ്യത്തിൽ ഹിസ്റ്ററിയിൽ പറയുന്നില്ല. ബട്ട് ഹിസ്റ്ററി ഷോസ് ദാറ്റ് എങ്ങനെ സാൻഡിനെ ഗ്ലാസ് ആക്കി മാറ്റും എന്ന് അവർ പഠിച്ചിട്ടുണ്ട്. സോ ഗ്ലാസ് അവർ ഫസ്റ്റ് യൂട്ടിലൈസ് ചെയ്ത് വേറെ പർപ്പസിന് വേണ്ടിയിട്ടാണെങ്കിലും സാൻഡിൽ നിന്നും ഗ്ലാസ് ഉണ്ടാക്കുന്ന മെത്തേഡ് അവർ പഠിച്ചിട്ടുണ്ട് ഫസ്റ്റ്. ആൻഡ് ദ ഓൾഡസ്റ്റ് പീസ് ഓഫ് മാനുഫാക്ചർഡ് ഗ്ലാസ് ആർ ബീഡ്സ് ദാറ്റ് ഡേറ്റ് ടു 3500 BC. അവിടെ നിന്നാണ് നമ്മൾ ആദ്യമായിട്ട് സ്പെക്ടക്കിൾസ് എന്ന ഒരു ആശയത്തിലോട്ട് വന്നത്. 3500 മുതൽ. The glass was primarily used as jewelry until the 16th century BC, when artisans discovered how to fashion glass into vases. അതായത് ഗ്ലാസസ് ഒരു ജ്വല്ലറിയുടെ ഭാഗമായിട്ടായിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്. കാരണം നിങ്ങൾ ഒറ്റ ഒരു ചെയിൻ്റെ അറ്റത്ത് തൂക്കിയിട്ടേക്കുന്ന സ്പെക്ടക്കിൾസ് നിങ്ങൾ കണ്ടിട്ട് അങ്ങനെ കണ്ണടയുടെ ഒരു കഷ്ണമായിട്ട് മോണോക്കിൾസ് എന്ന് പറയുക അതിനെ, ഒരു ചെയിൻ്റെ അറ്റത്ത് തൂക്കിയിട്ടിട്ടുള്ള ഒരു ലെൻസ്, അങ്ങനത്തെ കണ്ണടയായിരുന്നു ആദ്യം നിലവിലിരുന്നത്. പിന്നീട് അത് മാറി. അപ്പോൾ അതൊക്കെ ഒരു ജ്വല്ലറിയുടെ ഭാഗമായിട്ടായിരുന്നു ആൾക്കാർ കൊണ്ട് കണ്ടിരുന്നത്. അത് പോക്കറ്റിൽ സൂക്ഷിക്കാൻ പറ്റുന്നതായിരുന്നു. അവരുടെ മറ്റേ ഡ്രസ്സിനോട് ഘടിപ്പിക്കുന്ന രീതിയിലുള്ള ടൈപ്പായിരുന്നു. 16th century BC ഇത് സ്റ്റാർട്ട് ചെയ്തത്. ആ സമയത്താണ് ഗ്ലാസ് വേസസ് ഒക്കെ ഉണ്ടാക്കി തുടങ്ങിയത്. ആർട്ട് ഒബ്ജക്ട്സും ജ്വല്ലറിക്കൊക്കെ വേണ്ടിയിട്ട് ഗ്ലാസ് മെറ്റീരിയൽ ഉപയോഗിച്ചിട്ടുള്ള വസ്തുക്കൾ ഉപയോഗിക്കാൻ തുടങ്ങിയത് ആ സമയത്താണ്. The first written manual containing instructions on how to make and shape glass reached up to 650 BC. The glass was so precious and hard to become by that glass objects were used as currency. അതായത് ഗ്ലാസ്സിന് അന്ന് ഭയങ്കര വില കൂടുതലായിരുന്നു. അത് ഒരു ജ്വല്ലറി ആയിരുന്നു പറഞ്ഞു. അതുപോലെ വിലപിടിപ്പുള്ളൊരു മെറ്റീരിയൽ ആയിട്ടായിരുന്നു അതിനെ കണക്കാക്കിയിരുന്നത്, ഗ്ലാസ് കൊണ്ട് ഉണ്ടാക്കുന്ന മെറ്റീരിയൽസിനെ. അതുകൊണ്ട് തന്നെ അതിനെ നാണയമായിട്ടും ചില രാജ്യങ്ങളിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്നു. ഗ്ലാസ് കൊണ്ടുള്ള ഒബ്ജക്ട്സിനെ കറൻസിയുടെ പകരമായിട്ടും യൂസ് ചെയ്തുകൊണ്ടിരുന്നു. Now facts about glass. When the sand is heated to 1700 degrees Celsius, it melts, and the molecular structure of sand changes during this heating, and thus subsequent cooling makes the glass material. അങ്ങനെയാണ് ഗ്ലാസ് ഉണ്ടാക്കുന്നത്. അതായത് സാൻഡിനെ 1700 ഡിഗ്രി സെൽഷ്യസിൽ ചൂടാക്കി പെട്ടെന്ന് പതുക്കെ തണുപ്പിച്ചുകൊണ്ട് വരുമ്പോഴാണ് അതിന് ഗ്ലാസ് മെറ്റീരിയലായി മാറുന്നത്. അതിനെ മോൾട്ടൺ മെറ്റീരിയലിനെ പിന്നീട് മെൽറ്റ് ചെയ്ത് തണുപ്പിച്ച് കൊണ്ടുവരുമ്പോൾ അത് ഗ്ലാസ് എന്ന് പറയുന്ന മെറ്റീരിയലായി മാറുന്നു. ആൻഡ് ദ ഗ്ലാസ് ഈസ് പ്രൈസ് ഫോർ ബീയിങ് കെമിക്കലി ഇനേർട്ട് ആൻഡ് ടോളറൻ്റ് ഓഫ് ഹൈ ടെമ്പറേച്ചേഴ്സ്. അങ്ങനെ ഉണ്ടാക്കുന്ന ഈ ഗ്ലാസ് എന്ന് പറയുന്ന മെറ്റീരിയൽ കുറച്ചും കൂടെ ടെമ്പറേച്ചറിനെ വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ കഴിയുകയും അതേപോലെ കെമിക്കലി ഇനേർട്ടായിട്ടുള്ള ഒരു മെറ്റീരിയലാണ്. നെക്സ്റ്റ് വൺ, ഒപ്റ്റിക്കൽ ലാബോറട്ടറി. ആർക്കെങ്കിലും ഗ്ലാസ്സസ് വേണമെങ്കിൽ നമ്മൾ ഫസ്റ്റ് ആദ്യം തന്നെ പോയിട്ടൊരു ഐ ഡോക്ടറുടെ അടുത്ത് എക്സാമിൻ ചെയ്യണം. എന്നിട്ട് കറക്റ്റ് പ്രിസ്ക്രിപ്ഷൻ മേടിക്കും. എന്നിട്ട് ഈ കറക്റ്റ് പ്രിസ്ക്രിപ്ഷനോട് കൂടി നമ്മൾ ഒപ്റ്റിക്കൽ ഡിസ്പെൻസറിയിലോട്ട് പോകും. അവിടെ നിന്ന് ഒരു ഫ്രെയിം ചൂസ് ചെയ്യും. എന്നിട്ട് ആ ഫ്രെയിമിൽ ഘടിപ്പിക്കുന്ന ലെൻസ് ഉണ്ടാക്കുന്ന ആൾക്കാർ ഒപ്റ്റിക്കൽ ലാബോറട്ടറിയാണ്. ദർ ആർ ടു മെയിൻ ഏരിയാസ് ഇൻ ദ ഒപ്റ്റിക്കൽ ലാബോറട്ടറി. ഫസ്റ്റ് വൺ, സർഫസിങ് ലാബോറട്ടറി ആൻഡ് ഫിനിഷിംഗ് ലാബോറട്ടറി. ഇത് പണ്ട് മുതലേ ഫോളോ ചെയ്തിരുന്ന മെത്തേഡാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതായത് ഇപ്പോഴത്തെ ഇതിൽ കുറേ ചേഞ്ചസ് ഉണ്ട്. നമുക്ക് ആകെ ഒരു ഡിസ്പെൻസിങ് എന്ന് പറയുന്ന ഒരു ഒറ്റ ലാബോറട്ടറിയിൽ നമുക്കിതെല്ലാം അവൈലബിൾ ആണ്, എല്ലാം മീറ്റ് ചെയ്യുന്നുണ്ട്. കാരണം നമുക്കിപ്പോൾ അത് ഞാൻ പറയാം പിന്നീട്. ഇത് ആദ്യം ഫോളോ ചെയ്യുന്ന മെത്തേഡ് എന്ന് പറയുന്നത് ഈ ഒപ്റ്റിക്കൽ ലാബോറട്ടറിയിൽ ഒരു സർഫസിങ് ലാബോറട്ടറി ഉണ്ട്, ഒരു ഫിനിഷിംഗ് ലാബോറട്ടറി ഉണ്ട്. ഫസ്റ്റ്, സർഫസിങ് ലാബോറട്ടറി. സർഫസിങ് ലാബോറട്ടറി എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇറ്റ്സ് എൻ ഏരിയ ദാറ്റ് ക്രിയേറ്റ്സ് ദ നീഡഡ് ലെൻസ് പവർ. ലെൻസിൽ നമ്മളിപ്പോൾ പേഷ്യൻ്റ് ഒരു പ്രിസ്ക്രിപ്ഷൻ തന്നു. ആ പ്രിസ്ക്രിപ്ഷൻ അനുസരിച്ചുള്ള പവർ ഉൾക്കൊള്ളുന്ന ലെൻസ് ഉണ്ടാക്കിയെടുക്കുന്ന മെത്തേഡിനെയാണ് ലെൻസ് സർഫസിങ് എന്ന് പറയുന്നത്. വിച്ച് ഈസ് പെർഫോംഡ് അറ്റ് എ ഫെസിലിറ്റി റെഫേർഡ് ആസ് സർഫസിങ് ലാബോറട്ടറി. ഫിനിഷിംഗ് ലാബോറട്ടറി എന്ന് പറയുന്നത് ഇറ്റ്സ് കറക്റ്റ് പവേർഡായിട്ടുള്ള ആ ലെൻസിനെ എടുത്ത് അതിനെ കണ്ണടയിലേക്ക് ഘടിപ്പിക്കുന്ന രീതിയിലേക്ക് ആക്കി മാറ്റുന്നു. അതിനെയാണ് നമ്മൾ ഫിനിഷിംഗ് ലാബോറട്ടറി or എഡ്ജിങ് ലാബോറട്ടറി എന്ന് ഉദ്ദേശിക്കുന്നത്. ഇറ്റ് ഈസ് അക്കംപ്ലിഷ്ഡ് ബൈ ഒപ്റ്റിക്കൽ പൊസിഷനിങ് ഓഫ് ദ ലെൻസ് ആൻഡ് ഗ്രൈൻഡിങ് ഓഫ് ദ എഡ്ജസ് സോ ദാറ്റ് ദ ലെൻസ് ഫിറ്റ്സ് ദ ഷേപ്പ് ഓഫ് ദ ചോസൺ ഫ്രെയിം. ഓൾറെഡി ആ കസ്റ്റമർ ഒരു ഫ്രെയിം ചൂസ് ചെയ്തിട്ടുണ്ട്. ആ ഫ്രെയിമിലേക്ക് പറ്റുന്ന രീതിയിൽ ആ ലെൻസിന് ഷേപ്പ് മാറ്റിയെടുക്കുന്ന ആ പ്രോസസ്സിനെയാണ് നമ്മൾ ഫിനിഷിംഗ് ലാബോറട്ടറിയിൽ ചെയ്യുന്നത്. ഈ ഫിനിഷിംഗ് എന്ന പ്രോസസ്സ് ഒക്കെ അറിയുന്ന സ്ഥലത്തിനെയാണ് നമ്മൾ ഫിനിഷിംഗ് ലാബോറട്ടറി അല്ലെങ്കിൽ എഡ്ജിങ് ലാബോറട്ടറി എന്ന് പറയുന്നത്. ഇനി ഒഫ്താൽമിക് ലെൻസസിനെ മൂന്ന്
ബ്രോഡ് കാറ്റഗറീസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ദർ സിംഗിൾ വിഷൻ ലെൻസസ്, സെഗ്മെൻറ്റഡ് മൾട്ടിഫോക്കൽ ലെൻസസ്, പ്രോഗ്രസീവ് അഡീഷൻ ലെൻസസ്. നിങ്ങൾ ഓൾറെഡി ഇതെല്ലാം കേട്ടിട്ടുള്ളതാണ്, എങ്കിലും ഞാൻ ജസ്റ്റ് ഇതിൻ്റെ ഭാഗമായിട്ടുള്ള കാരണം ഒന്ന് പറഞ്ഞു പോകുന്നു മാത്രം. അപ്പോൾ ഫസ്റ്റ് സിംഗിൾ വിഷൻ ലെൻസസ്, ഇറ്റ് ഹാസ് ദ സെയിം പവർ ഓവർ ദ എൻറ്റയർ സർഫസ് ഓഫ് ദ ലെൻസ്. കാരണം എല്ലാ ഭാഗത്തും ഒരേപോലെ പവറുള്ള ലെൻസുകളെയാണ് സിംഗിൾ വിഷൻ ലെൻസസ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഡിസ്റ്റൻസിലേക്കും നിയർ വിഷനിലേക്കും ഒരേ പവർ വേണ്ട ആൾക്കാർക്ക് വേണമെങ്കിൽ ഒരു സിംഗിൾ പവറുള്ള കണ്ണടകൾ ഉപയോഗിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ രണ്ടിനും സെപ്പറേറ്റ് ആയിട്ടുള്ള കണ്ണടകൾ അവർ യൂസ് ചെയ്യേണ്ടി വരും. സെപ്പറേറ്റ് ആയിട്ട് സിംഗിൾ വിഷൻ ലെൻസസ് യൂസ് ചെയ്യും. സിംഗിൾ വിഷൻ ലെൻസസ് ആർ എഡ്ജ് ഫ്രം ദ ലെൻസസ് അറ്റ് ദ കെപ്റ്റൻ സ്റ്റോക്ക് അറ്റ് ദ ഫിനിഷിംഗ് ലാബോറട്ടറി. അപ്പം സിംഗിൾ വിഷൻ ലെൻസസ് സാധാരണ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എല്ലാ പവറിലുള്ള ലെൻസ് ഈ ഫിനിഷിംഗ് ലാബോറട്ടറിയിൽ അവൈലബിൾ ആയിരിക്കും. അപ്പോൾ ഏത് ലെൻസ് വേണം, അതായത് കറക്റ്റ് പവർ ഇൻക്രിമെൻസിൽ അത് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാകും. 1, 1.5, 2, 2.5 എന്നുള്ള ഇൻക്രിമെൻസിലായിരിക്കും അത് ഓൾറെഡി ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഇപ്പോൾ ഒരു റീഡിംഗ് ഗ്ലാസ് മാത്രമായിട്ട് ഒരു പേഷ്യൻ്റ് വരാമെന്നുണ്ടെങ്കിൽ 3 ഡയോപ്റ്റർ അല്ലെങ്കിൽ 2.5 ഡയോപ്റ്റർ ആണെങ്കിൽ ആ പവറിലുള്ള ആ റേഞ്ച് 3 ഡയോപ്റ്റർ വരെയാണ് റീഡിംഗ് ഗ്ലാസ് സാധാരണ കൊടുക്കുന്നത്. അപ്പോൾ അത്രയും പ്ലസ് പവേഴ്സിലുള്ള ലെൻസസ് നമ്മൾ ഓൾറെഡി അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിനെ എടുത്തിട്ട് ഫിനിഷിംഗ് ലാബോറട്ടറിയിൽ എഡ്ജ് ചെയ്ത് ഫിനിഷ് ചെയ്ത് കൊടുക്കുകയോ ചെയ്യുള്ളൂ. ആൻഡ് ഒപ്റ്റിക്കലി സെൻട്രേഷനൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ബിക്കോസ് ദീസ് ലെൻസസ് ആർ ഫിനിഷ്ഡ് ഒപ്റ്റിക്കലി ടു ദ കറക്റ്റ് പവർ ഓൺ ബോത്ത് ദ ഫ്രണ്ട് ആൻഡ് ബാക്ക് സർഫേസസ്. അങ്ങനത്തെ ലെൻസുകൾ, അങ്ങനെ ഫിനിഷ്ഡ് ആയിട്ട് അങ്ങനെ ഓൾറെഡി കീപ്പ് ചെയ്യുന്ന ലെൻസുകളെയാണ് നമ്മൾ ഫിനിഷ്ഡ് ലെൻസസ് എന്ന് പറയുന്നത്. Finished lenses are also referred to as uncuts because they have not yet been cut to the correct shape and size. നമ്മളതിന് കറക്റ്റ് ഫിനിഷ്ഡ് ലെൻസസിന് തന്നെയാണ് അൺകട്ട് ലെൻസസ് എന്ന് പറയും. കാരണം ഇങ്ങനത്തെ ലെൻസസ് കറക്റ്റ് ആ പവറിലുണ്ട് എന്നേ ഉള്ളൂ, നമ്മളത് ആ കറക്റ്റ് ആ ഫ്രെയിമിലേക്ക് ഉൾപ്പെടുത്തുന്ന പ്രോസസ്സ്, അതായത് ഫിനിഷിംഗ് എന്ന പ്രോസസ്സ് വീണ്ടും ചെയ്യണം. അതുകൊണ്ട് ഇതിനെ നമ്മൾ അൺകട്ട്സ് എന്നാണ് പറയുന്നത്. When single vision lenses are in uncut form and do not require surfacing, they are called stocked single vision lenses. അപ്പോൾ ഇത്തരം സിംഗിൾ വിഷൻ ലെൻസസ്, അതായത് ഇങ്ങനെ പ്രത്യേക പർപ്പസിന് വേണ്ടി അല്ലെങ്കിൽ ചില സ്ഥലത്ത് ഇതിനെ ഒരുപാട് സ്റ്റോക്ക് ചെയ്യാൻ പറ്റുന്ന കണ്ടീഷൻസ് ഉണ്ട്. അങ്ങനത്തെ ലെൻസുകളിൽ നമ്മൾ ഫിനിഷിംഗ് എന്ന പ്രോസസ്സ്, അതായത് ഫ്രെയിമിലേക്ക് ഘടിപ്പിക്കുന്ന പ്രോസസ്സ് മാത്രം ചെയ്ത് എടുത്താൽ മതി. സർഫസിങ് എന്ന പ്രോസസ്സ് അതിന് ചെയ്യേണ്ട. അങ്ങനത്തെ ലെൻസസുകളെയാണ് നമ്മൾ സ്റ്റോക്ഡ് സിംഗിൾ വിഷൻ ലെൻസസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, സെമി ഫിനിഷ്ഡ് ലെൻസസ്. The surfacing laboratory starts with the lens having only one surface that is ready to use or finished. This is usually the front surface. ഇതിൽ നിന്നും വ്യത്യസ്തമാണ്, നേരത്തെ നമ്മൾ പറഞ്ഞ ഫിനിഷ്ഡ് ലെൻസസിൽ നിന്നും വ്യത്യസ്തമാണ് ഈ സെമി ഫിനിഷ്ഡ് ലെൻസസ് എന്ന് പറയുന്നത്. ഇതിനകത്തുള്ളത് ഒരു ലെൻസിൻ്റെ ഒരു ഭാഗം നമ്മൾ ഓൾറെഡി ഒരു കർവ് ആയിട്ട് അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇനി അതിൻ്റെ മറ്റേ സർഫസ്, അതിൻ്റെ ഒരു സർഫസ് നമുക്ക് ഓൾറെഡി പവർ നമ്മൾ ഗ്രൈൻഡ് ചെയ്തിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. മറ്റേ സർഫസാണ് നമുക്ക് പ്രിസ്ക്രിപ്ഷൻ കിട്ടുമ്പോൾ അതിൻ്റെ മറ്റേ സർഫസിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള പവർ ഗ്രൈൻഡ് ചെയ്ത് എടുക്കണം. ഇതാണ് നമ്മൾ ബേസ് കർവ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഓൾറെഡി പഠിച്ചായിരുന്നു. ബേസ് കർവിൽ നമുക്ക് കിട്ടുന്ന ലെൻസസുകൾ നമുക്ക് സൂക്ഷിച്ച് വയ്ക്കാൻ പറ്റും. നമുക്ക് ആവശ്യമായിട്ടുള്ള പവർ മറ്റേ സൈഡിൽ ഗ്രൈൻഡ് ചെയ്ത് കയറ്റിയാൽ മതി. The laboratory must grind and polish the second surface to the required power. നമുക്ക് ആവശ്യമായിട്ടുള്ള പവറിലേക്ക് ആ സെക്കൻഡ് സർഫസിനെ നമുക്ക് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. ഇത്തരത്തിലുള്ള ലെൻസുകൾ, അങ്ങനെ ഓൾറെഡി ഒരു സൈഡിൽ ഒരു സർഫസ് ഗ്രൈൻഡ് ചെയ്തിട്ടും മറ്റേ സർഫസ് ഗ്രൈൻഡ് ചെയ്യാത്തുള്ള അങ്ങനത്തെ ലെൻസുകളാണ് നമ്മൾ സെമി ഫിനിഷ്ഡ് ലെൻസസ് എന്ന് പറയുന്നത്. ഇനി ലെൻസ് ബ്ലാങ്ക്. A lens with only one of the two surfaces finished is called a semi-finished lens. That is because the half is only finished. Semi-finished lenses എന്ന് പറഞ്ഞു. ഇനി ഈ semi-finished lenses-നെ ഈ അൺകട്ട് ആണെങ്കിലും ഈ സെമി ഫിനിഷ്ഡ് ലെൻസസ് ആണെങ്കിലും അത് നമുക്ക് കിട്ടുന്നത് ഒരു ഫോമിലാണ്. ആ ഫോമിനെ പിന്നീട് നമ്മൾ എഡ്ജിങ് അല്ലെങ്കിൽ ഫിനിഷിങ് പ്രോസസ്സ് ചെയ്തതിന് ശേഷം മാത്രം നമുക്ക് കണ്ണടയിൽ ഘടിപ്പിക്കാൻ പറ്റുള്ളൂ. അപ്പം ഈ ലെൻസുകൾ നമുക്ക് കിട്ടുന്ന ആ ഫോമിനെ പറയുന്ന പേരാണ് ലെൻസ് ബ്ലാങ്ക്. അതായത് ദ ഫോം ദാറ്റ് ഈസ് ബിഫോർ എഡ്ജിങ്. ലെൻസ് നമുക്ക് കിട്ടുന്നത് ബിഫോർ എഡ്ജിങ് ആയിട്ടുള്ള ആ ഫോമിനെയാണ് നമ്മൾ പറയുന്നത് ലെൻസ് ബ്ലാങ്ക്. നിങ്ങൾക്ക് ഈ ടേംസ് എല്ലാം ഞാൻ സെപ്പറേറ്റ് പഠിക്കേണ്ടതാണ്. അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകം ഓരോന്നും എടുത്ത് പറയുന്നത്. ഇതിൽ നിങ്ങൾക്ക് ഹിസ്റ്ററി, ടെർമിനോളജീസ് യൂസ്ഡ് ഇൻ ലെൻസ് വർക്ക്ഷോപ്സ്, മാനുഫാക്ചറിങ്, ഇതൊക്കെ സെപ്പറേറ്റ് ഉൾപ്പെടുന്ന ടോപ്പിക്സാണ്. ഇതെല്ലാം ഇതിനകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ നമ്മൾ സിംഗിൾ വിഷൻ ലെൻസസ് പറഞ്ഞു. ഇനി അടുത്തത് സെഗ്മെൻറ്റഡ് മൾട്ടിഫോക്കൽ ലെൻസസ്. ഇതിനകത്ത് സെഗ്മെൻറ്റഡ് മൾട്ടിഫോക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സിംഗിൾ വിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനാകെ ഒരു ഒപ്റ്റിക് സെൻറ്ററേ ഉണ്ടാവുള്ളൂ. ഒരൊറ്റ ഡിസ്റ്റൻസിലേക്ക് മാത്രമേ ആ ലെൻസിന് ഫോക്കസ് ചെയ്യാനുള്ള എബിലിറ്റി ഉള്ളൂ എന്നർത്ഥം.
പക്ഷേ സെഗ്മെൻറ്റഡ് മൾട്ടിഫോക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് രണ്ട് പോർഷൻസ് ഉണ്ടാകും, ഒരു ഡിസ്റ്റൻസ് പോർഷനും ഒരു നിയർ പോർഷനും. അല്ലാന്നുണ്ടെങ്കിൽ 3 പോർഷൻ ഉണ്ടാവാം, ഒരു ഡിസ്റ്റൻസ് പോർഷൻ, നിയർ പോർഷൻ ആൻഡ് ആൻ ഇൻ്റർമീഡിയറ്റ് പോർഷൻ. അങ്ങനെ ഒരെണ്ണത്തിൽ കൂടുതലായിട്ട് ഇങ്ങനെ സെഗ്മെൻറ്റഡ് ആയിട്ട് വരുന്ന ലെൻസസിനെയാണ് നമ്മൾ സെഗ്മെൻറ്റഡ് മൾട്ടിഫോക്കൽസ് എന്ന് പറയുന്നത്. More than one power, and each power is located in a distinct area of lens which is bordered clearly. അതാണ് ഇതിൻ്റെ ഡെഫിനേഷൻ. സെഗ്മെൻറ്റഡ് മൾട്ടിഫോക്കൽസിൻ്റെ ഡെഫിനേഷൻ എന്ന് പറയുന്നത് ഈച്ച് പവർ ഈസ് ലൊക്കേറ്റഡ് ഇൻ എ ഡിസ്റ്റിങ്ക്ട് പോർഷൻ ആൻഡ് വിച്ച് ഈസ് ബോർഡേഡ് ക്ലിയർലി ബൈ എ വിസിബിൾ ഡിമാർക്കേഷൻ ലൈൻ. ഇങ്ങനെ 2 ഏരിയ ആണ് എക്സിസ്റ്റ് ചെയ്യുന്നതെങ്കിൽ അതിനെ നമ്മൾ ബൈഫോക്കൽ എന്നും, 3 ഏരിയ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ ട്രൈഫോക്കൽ എന്നും പറയുന്നു. നെക്സ്റ്റ്, പ്രോഗ്രസീവ് അഡീഷൻ ലെൻസസ്. Progressive addition lenses is an alternative to a segmented multifocal. നമ്മൾ നേരത്തെ പറഞ്ഞു സെഗ്മെൻറ്റഡ് മൾട്ടിഫോക്കലിനകത്ത് ഒരു ഡിസ്റ്റിങ്ക്റ്റ് ഏരിയ ഉണ്ട്, അതിനെ സെപ്പറേറ്റ് ചെയ്യുന്ന വിസിബിൾ ഡിമാർക്കേഷൻ ലൈനാണെന്ന് പറഞ്ഞു. അപ്പോൾ ഈ വിസിബിൾ ഡിമാർക്കേഷൻ ലൈനും ഈ ഏരിയ ആയിട്ട് കൊടുക്കുന്നതും ഉണ്ടാക്കുന്ന പല പല ബുദ്ധിമുട്ടുകളുണ്ട്. ഈ ഏരിയ ആയിട്ട് പർട്ടിക്കുലർ ഡിസ്റ്റിങ്ക്റ്റ് ഏരിയ ഒരു വിസിബിൾ ലൈനായിട്ട് വരുന്ന കാരണം ഉണ്ടാകുന്ന ഈ ബുദ്ധിമുട്ടുകളെ ഒഴിവാക്കാൻ വേണ്ടി കണ്ടുപിടിച്ച സാധനമാണ് പ്രോഗ്രസീവ് അഡീഷൻ ലെൻസസ്. ഇതിനകത്ത് ദേ ഹാവ് ഡിസ്റ്റൻസ് പവർ ഇൻ ദ അപ്പർ ഹാഫ് ആൻഡ് നിയർ പവർ ഇൻ ദ ലോ ഹാഫ്. ബട്ട് അതിൻ്റെ ഇടയിലുള്ള പോർഷൻ എന്ന് പറയുന്നത് ഇറ്റ്സ് ഗ്രാജുവലി ചേഞ്ചിങ് ഫ്രം ഡിസ്റ്റൻസ് ടു നിയർ. അതായത് മുകളിലത്തെ ഭാഗത്തുകൂടെ നോക്കുമ്പോൾ കാണുന്നത് ഡിസ്റ്റൻസ് പോർഷനും താഴത്തെ ഭാഗത്തൂടെ കാണുന്നത് നിയർ പോർഷനുമാണ്. പക്ഷെ അതിൻ്റെ ഇടയിലുള്ള പോർഷനിൽ നമുക്ക് ഈ ഗ്രാജുവലി വേരിയിങ് പവറാണുള്ളത്. സോ വിച്ച് ഹെൽപ്സ് ടു ലുക്ക് അറ്റ് ഓൾ ഡിസ്റ്റൻസസ്. അതായത് ട്രൈഫോക്കലിലുള്ള ഒരു പർട്ടിക്കുലർ പോയിൻറ്റ്, ഇൻ്റർമീഡിയറ്റ് എന്ന് പറയുന്ന ഒരു പർട്ടിക്കുലർ പോയിൻറ്റിനേക്കാളും ചേഞ്ചിങ് പവേഴ്സിലുള്ള എല്ലാ ഫോക്കൽ ഡിസ്റ്റൻസിലും നമുക്ക് കാണാൻ പറ്റുന്ന രീതിയിലാണ് പ്രോഗ്രസീവ് അഡീഷൻ ലെൻസ് ഡിസൈൻ ചെയ്തത്. So the lens power gradually increases as the wearer looks down and inwards to view the near objects. അങ്ങനെയാണ് അത് ഡിസൈൻ ചെയ്തത്. ഇനി റോ മെറ്റീരിയൽസ് യൂസ് ഫോർ ലെൻസ് മാനുഫാക്ചറിങ്. ഇതിൽ മെയിനായിട്ട് പറയുന്നത് ഗ്ലാസ് ലെൻസിൻ്റെ മാനുഫാക്ചറിങ് ആണ്. അതാണ് കുറച്ചുകൂടെ പാട്, അതുകൊണ്ടാണ് മെയിനായിട്ട് പറയുന്നത് നമ്മൾ. ഫസ്റ്റ് ഓക്സൈഡ്സ് പിന്നെ 2 മെയിൻ കാറ്റഗറി ഉണ്ട്, നെറ്റ്വർക്ക് ഫോർമേറ്റീവ് ഓക്സൈഡ്സും മോഡിഫയർ ഓക്സൈഡ്സും. അതിൽ നെറ്റ്വർക്ക് ഫോർമേറ്റീവ് ഓക്സൈഡ്സിൻ്റെ രജിസ്റ്റർ ചെയ്യാൻ മെനി യൂസ്ഡ് അറ്റ് ദ ബേസ് ഓഫ് എനി കോമ്പോസിഷൻ വിച്ച് കുഡ് ഫോം എ ലെൻസ് ഓൺ ദർ ഓൺ. ഇതാണ് അതിൻ്റെ റോ മെറ്റീരിയൽസ് ആണ്. നെറ്റ്വർക്ക് ഫോർമേറ്റീവ് ഓക്സൈഡ്, സിലിക്കോൺ ഓക്സൈഡ്, ബേരിയം ഓക്സൈഡ് പോലെയുള്ളതാണ് അതിന് എക്സാമ്പിൾസ്. മോഡിഫയർ ഓക്സൈഡ്സ്, ദ ബേസിക് പ്രോപ്പർട്ടീസ് ഇസ് modified by these materials. This may range from viscosity to electrical properties or from chemical resistance to coefficient of expansion. ആ പ്രോപ്പർട്ടീസ് ചേഞ്ച് ചെയ്യാൻ വേണ്ടി ആഡ് ചെയ്യുന്ന ഓക്സൈഡ്സ് ആണ് മോഡിഫയർ ഓക്സൈഡ്സ്. For example, potassium oxide, sodium oxide, etc. According to composition, some oxides behave either as formatives or as modifiers. അതായത് ഫോർമേറ്റീവ് ഓക്സൈഡ്സ് ആണ് അതിൻ്റെ ബേസിക് പ്രോപ്പർട്ടി ഉള്ള സാധനം. ഇനി അതിൽ എന്തെങ്കിലും മോഡിഫിക്കേഷൻസ് വരുത്തണമെങ്കിൽ നമ്മൾ മോഡിഫയർ ഓക്സൈഡ്സ് കൂടെ ആഡ് ചെയ്യും. ചില ഓക്സൈഡ്സ് ഏതോ ഫോർമേറ്റീവ് ഓക്സൈഡ്സും മോഡിഫയർ ഓക്സൈഡ്സ് ആയിട്ടും ആക്ട് ചെയ്യും. അതിനെ നമ്മൾ ഇൻ്റർമീഡിയറി ഓക്സൈഡ്സ് എന്ന് പറയും. അപ്പോൾ ആദ്യത്തേത് ഓക്സൈഡ്സ്. ഇനി സെക്കൻഡ് മെറ്റീരിയൽ എന്ന് പറയുന്നത് റിഫൈനേഴ്സ്. ദ ബേസിക് ഫങ്ഷൻ ഓഫ് എലിമിനേറ്റിംഗ് ഗ്യാഷ്യസ് ഇൻക്ലൂഷൻസ്. ഈ മോൾട്ടൺ ഗ്ലാസ് ഒക്കെ തണുക്കുന്ന സമയത്ത് അവിടെ ഗ്യാസ് ബബിൾസ് എസ്കേപ്പ് ചെയ്യുമ്പോൾ അവിടെ ഒരു ഇൻക്ലൂഷൻസ് വരും. അതൊരു ഫോൾട്ടായിട്ടാണ് അപ്പിയർ ചെയ്യുക പിന്നീട് ലെൻസ് മാനുഫാക്ചർ ചെയ്ത് കഴിയുമ്പോൾ. അപ്പോൾ അതിനെ മാറ്റാൻ വേണ്ടിയിട്ട് ആഡ് ചെയ്യുന്നതാണ് റിഫൈനേഴ്സ്. എക്സാമ്പിൾസ് ആൻറ്റിമണി ഓക്സൈഡ്സ് ആൻഡ് ആൽക്കലൈൻ നൈട്രേറ്റ്സ്. പിന്നെ അടുത്തത് കളറൻസ് ആർ മെയിൻലി ടു ഒബ്റ്റെയിൻ ക്ലിയർ വൈറ്റ് ഗ്ലാസ്. colorants are mainly added to obtain certain colors of glasses. അതായത് കംപ്ലീറ്റ് ആബ്സെൻസ് ഓഫ് കളറൻസ് വിൽ പ്രൊവൈഡ് വൈറ്റ് ഗ്ലാസ്. അപ്പോൾ ഏതെങ്കിലും കളറൻസ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടപ്പെടുന്ന കളറിൽ ലെൻസിനെ പ്രിപ്പയർ ചെയ്തെടുക്കും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കളറൻസ് ആഡ് ചെയ്യുന്നത്. When added deliberately, they lead to selective absorption of each wavelength in the spectrum and so determine the tints. അതിൽ കൊബാൾട്ട് ഓക്സൈഡ് ആണെങ്കിൽ ബ്ലൂ കളർ ആയിരിക്കും ലെൻസിന് കിട്ടുന്നത്, നിക്കൽ ഓക്സൈഡ്സ് ആണെങ്കിൽ ബ്രൗൺ കളർ കിട്ടും. ഇനി പ്രോസസ് ഓഫ് മാനുഫാക്ചറിങ്. ബ്ലാങ്ക് എങ്ങനെയാണോ ഉണ്ടാക്കുന്നതെന്നാണ് പറയുന്നത്. ഇതിന് ശേഷം നമ്മൾ ബ്ലാങ്കിൽ നിന്ന് എങ്ങനെയാണ് ലെൻസ് ഉണ്ടാക്കുന്നതെന്ന് പറയും. ആദ്യം നമ്മൾ ബ്ലാങ്ക് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. ആദ്യം സിലിക്ക ഇസ് മിക്സഡ് വിത്ത് എ സ്മോൾ എമൗണ്ട് ഓഫ് സോഡിയം ബൈകാർബണേറ്റ് ഓർ പൊട്ടാഷ്യം ആൻഡ് ലൈംസ്റ്റോൺ.
സിലിക്ക എന്ന് പറയുന്നത് സാൻഡിൽ നിന്ന് കിട്ടുന്ന ഒരു മെറ്റീരിയലാണ്. സാൻഡിൻ്റെ തന്നെയാണ് സിലിക്ക എന്ന് പറയുന്നത്. അത് പഴയ സാൻഡ് സ്റ്റോൺ ആണ് സിലിക്ക എന്ന് പറയുന്നത്. സോഡിയം ബൈകാർബണേറ്റ് ഈസ് ബേക്കിംഗ് സോഡ. It will helps lower the melting point of the silica. ഈ സിലിക്കയും ലൈം സ്റ്റോണും കൂടെ മിക്സ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഫസ്റ്റ് സിലിക്ക വിത്ത് സോഡിയം ബൈകാർബണേറ്റ്. Potash is sodium containing potassium in a water soluble form and also lowers the melting point of silica. And limestone stabilizes the mixture and makes the glass stronger. ഇനി ഈ കമ്പോണൻറ്റ് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ഈ മെറ്റീരിയൽ ഈസ് ഹീറ്റഡ്. Heat the mixture to approximately 2500 degree Fahrenheit in a melting furnace for 24 hours. This allows the mixture to melt and mix thoroughly and allows any bubbles in the molten glass to rise to the surface. അതായത് നല്ലോണം മിക്സ് ചെയ്ത് ഫർണസിൽ വെച്ച് നല്ലോണം ഹീറ്റ് ചെയ്യുന്നു. ഹീറ്റ് ചെയ്യുന്നത് കഴിഞ്ഞിട്ട് തന്നെ നല്ലോണം മിക്സ് ആവും. എന്തെങ്കിലും ബബിൾ ഉണ്ടൊക്കെ ഉണ്ടെങ്കിൽ അതിനുള്ളിൽ കൂടെ എസ്കേപ്പ് ചെയ്യും. Now the mixture is allowed to cool in several degrees. This brings the glass to a point where it is workable. At this point it can be blown or drawn into whatever shape as desired. അപ്പോൾ സാധാരണ ഗ്ലാസ് ഈ ഗ്ലാസ് ഉണ്ടാക്കുന്നത് എന്ത് മെറ്റീരിയൽ ഉണ്ടാക്കാനാണെങ്കിൽ ഇത്ര ഒരു സാഹചര്യത്തിൽ ഒരു 100 ഡിഗ്രി 100 ഡിഗ്രീസിലേക്ക് ഇത് കൂൾ ചെയ്ത് കൊണ്ടുവരും. അങ്ങനെ കൊണ്ടുവരുമ്പോഴത്തേക്ക് നമുക്കിതിനെ വേണമെങ്കിൽ വേറെ ഏതെങ്കിലും ഷേപ്പിലേക്ക് ആക്കി മാറ്റണമെങ്കിൽ ആക്കി മാറ്റാം. എന്ത് മെറ്റീരിയലിലേക്കാണോ ആക്കേണ്ടത് ആ സമയത്ത് അതിലേക്ക് ആക്കി മാറ്റുന്നത് ഈ ഒരു പർട്ടിക്കുലർ പോയിന്റിലാണ്. ഗ്ലാസ് ലെൻസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഫ്ലാറ്റ് ഷീറ്റ്സ് ആക്കി മാറ്റും. Now process 4. It allows the molten glass to run into a wide shallow channel of liquid over which 3 separate rollers simultaneously flatten, smoothen and draw out the glass. ഒരു ഇതിനകത്തേക്ക് ഒരു ചാനൽ ഓഫ് ലിക്വിഡിലേക്ക് ഒഴുക്കി വിടുന്നു. അപ്പോൾ ആ ഗ്ലാസ് മോൾട്ടൺ ഗ്ലാസ് ആണ്. അത് ഫ്ലാറ്റും ചെയ്ത് സ്മൂത്തും ചെയ്ത് അങ്ങനെ ഒഴുകി നടക്കും. ഗ്ലാസ് ഫ്ലോട്ട്സ് ഈവൻ ആസ് ഇറ്റ്സ് കൂളിംഗ്. The liquid tin bath gives it a semi-solid surface on which to rest without sticking to that surface as it dries. അവിടെ ലിക്വിഡ് ഉള്ള കാരണം ആ സർഫസിൽ ഒട്ടിപ്പിടിക്കാതെ തന്നെ ഇത് ഡ്രൈ ചെയ്തെടുക്കാൻ സഹായിക്കും. ദിസ് ഓൾസോ കീപ്സ് ദ ഗ്ലാസ് ഫ്രം റിംഗ്ലിംഗ് ഓൺ കോണ്ടാക്ട് വിത്ത് എ കൂളർ സർഫസ്. നെക്സ്റ്റ് roll the glass via a series of rollers into a cooling oven. സീരീസ് ഓഫ് റോളർ വെച്ചിട്ട് അതിനെ കൂളിംഗ് ഓവനിൽ വെച്ച് റോൾ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ദിസ് ഓവൻ ലെറ്റ്സ് ദ ഗ്ലാസ് കൂൾ ഇൻ എ കൺട്രോൾഡ് മാനർ ഫ്രം ദ അപ്രോക്സിമേറ്റ്ലി 1000 degree Fahrenheit it has currently reached. അപ്പോൾ പതുക്കെ കൂൾ ചെയ്ത് കൊണ്ടുവരും. പെട്ടെന്ന് കൂൾ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഉള്ളിൽ ബ്രേക്ക് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഗ്രാജ്വലി കൂൾ ചെയ്ത് കൊണ്ടുവരാണ് ചെയ്യേണ്ടത്. The glass rolls along a series of rollers until it cools enough to cut. 350 degree Fahrenheit ആകുമ്പോഴത്തേനും നമുക്കതിനെ കട്ട് ചെയ്തെടുക്കാം. Process 6. Place the sheets into a large flat area and continue the cooling via high-speed fans. Glass reaches its final rigid state. Now score the glass with a carbide. അതായത് സ്കോർ ചെയ്യാൻ പറഞ്ഞാൽ അതിനെ മാർക്ക് ചെയ്തെടുക്കുന്നതാണ് പറയുന്നത്. സ്നാപ്പ് ഇറ്റ് ബൈ റോളിങ് ഇറ്റ് ഓവർ എ സ്ലൈറ്റ്ലി ഹയർ റോളർ. സ്നാപ്പ് ചെയ്തെടുക്കുന്ന അതിൽ നിന്ന് ഇങ്ങനെ എടുക്കുന്നു. അപ്പോൾ അത് ഒരു ഫൽക്രം വെച്ചിട്ടൊരു ഫൽക്രം പോലെയുള്ള മെറ്റീരിയൽ വെച്ചിട്ട് ഇങ്ങനെ റോൾ ചെയ്ത് അതിൻ്റെ മുകളിലോട്ട് പോയി അതിനെ പീസാക്കിയിട്ടിട്ട് മാറ്റി വയ്ക്കും. എന്നിട്ട് സ്റ്റോർ ചെയ്യും. ഓരോ പീസാക്കി എടുത്ത് അതിനെ സ്റ്റോർ ചെയ്യാൻ വയ്ക്കും. അതാണ് ചെയ്യുന്നത്. ഇത്രയാണ് ബ്ലാങ്ക് ഉണ്ടാക്കുന്നതിലെ പ്രോസസ്സ്. സാധാരണ ഈ പ്രോസസ്സ് നമുക്ക് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല എങ്കിലും നിങ്ങൾക്ക് മാനുഫാക്ചറിങ് ഓഫ് ഗ്ലാസ് എന്ന് പറഞ്ഞ് ഒരു വട്ടം ചോദ്യം വന്നിട്ടുണ്ട്. അപ്പോൾ അത് കാരണം ഇത് പഠിക്കണം. മാനുഫാക്ചറിങ് ഓഫ് ഗ്ലാസ്. അപ്പോൾ മൊത്തം സ്പെക്ടക്കിൾ മാർക്ക് അനുസരിച്ചിട്ട് വേണം എഴുതാൻ. സാധാരണ മാനുഫാക്ചറിങ് എന്ന് പറയുമ്പോൾ നമ്മൾ സർഫസിങ് പ്രോസസ്സ് ബ്ലാങ്കിൽ നിന്നും ലെൻസ് ഉണ്ടാക്കുന്ന പ്രോസസ്സാണ് സാധാരണ നമ്മൾ എഴുതാറ്. പക്ഷേ ഇത് നിങ്ങൾ പഠിച്ചേക്കണം. കാരണം ഗ്ലാസ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിക്കാം. അങ്ങനെയാണെങ്കിൽ റോ മെറ്റീരിയലിൽ നിന്നും ഗ്ലാസ് ഉണ്ടാക്കുന്ന എങ്ങനെ ഈ 7 പ്രോസസ്സ് നിങ്ങൾ പഠിക്കണം. എങ്ങനെ നമ്മൾ ഗ്ലാസ് എന്ന് പറയുന്ന മെറ്റീരിയലാക്കി അതിനെ ബ്ലാങ്ക് ആക്കി മാറ്റും. ഇനി സാധാരണ നമുക്ക് ഒഫ്താൽമിക് ലെൻസസ് അവൈലബിൾ ആയിരിക്കുന്നത് ഗ്ലാസ് മെറ്റീരിയൽസിലും റെസിൻ മെറ്റീരിയൽസിലും അവൈലബിൾ ആണ്.
ഈ കോമൺ ഗ്ലാസ് മെറ്റീരിയൽസ് ചെറുതായിട്ടൊന്ന് കറൻ്റ്ലി പോപ്പുലർ ഇൻക്ലൂഡ്സ് ക്രൗൺ ഗ്ലാസ് ആൻഡ് ഫ്ലിൻ ഗ്ലാസ്. ഇത് നിങ്ങൾ അസൈൻമെൻറ്റ് ഇതിപ്പോൾ ഓൾറെഡി വായിച്ചിട്ടുണ്ടാവും. സാധാരണ നമ്മൾ പണ്ട് യൂസ് ചെയ്തിരുന്നത് ക്രൗൺ ഗ്ലാസും ഗ്ലാസ് മെറ്റീരിയൽ ആയിരുന്നു. ഗ്ലാസ് മെറ്റീരിയൽ കൂടുതലും വരുന്നത് ക്രൗൺ ഗ്ലാസും ഫ്ലിൻ ഗ്ലാസ്സുമാണ്. ക്രൗൺ ഗ്ലാസ്സിൽ യൂസ് ചെയ്യുന്ന മെറ്റീരിയൽസ് എന്ന് പറയുന്നത് സിലിക്ക, ലൈം ആൻഡ് സോഡിയം. Crown glass through the addition of metal oxides like nickel and cobalt shows specific tints and absorbing properties. അത് നമ്മൾ പറഞ്ഞു കളറൻസ് ആയിട്ട് യൂസ് ചെയ്യുന്നു പറഞ്ഞു. പിന്നെ ഫോട്ടോക്രോമിക് ഗ്ലാസസ്, ബോറോസിലിക്കേറ്റ്. ഫോട്ടോക്രോമിക് ഗ്ലാസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതലായിട്ട് ലൈറ്റ് വരുമ്പോൾ ലെൻസ് ഡാർക്കൻ ആവുകയും കൂടുതലായിട്ട് ഇരുട്ടത്ത് പോകുമ്പോൾ ലെൻസ് ട്രാൻസ്പെറൻ്റ് ആയി മാറുകയും ചെയ്യുന്നു. എമൗണ്ട് ഓഫ് ലൈറ്റ് കടത്തി വിടുന്നത് വ്യത്യാസപ്പെടുന്നു. ട്രാൻസ്മിഷൻ മാറി വരുന്ന ലെൻസുകളൊക്കെ ഗ്ലാസ്സുകളാണ് നമ്മൾ ഫോട്ടോക്രോമിക് ഗ്ലാസസ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് മെയ്ഡ് വിത്ത് മൈക്രോ ക്രിസ്റ്റൽസ് ഓഫ് സിൽവർ ഹാലൈറ്റ്. ഇതിൻ്റെ ഗ്ലാസ് മെറ്റീരിയൽസിലോട്ട് ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടാണ് ഈ ഫോട്ടോക്രോമിക് ഫിനോമിനൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അതൊക്കെ നിങ്ങൾ ഫോട്ടോക്രോമിക് ലെൻസസ് എന്ന് പറഞ്ഞ ഒരു മെറ്റീരിയൽ ഭാഗത്ത് നിങ്ങൾ വീണ്ടും പഠിക്കുക. ഇത് മാനുഫാക്ചറിങ്ങിൻ്റെ ഭാഗത്ത് പറയുന്ന സമയത്ത് ഈ ഫോട്ടോക്രോമിക് ഗ്ലാസസ് പർട്ടിക്കുലർലി ആണ് ക്രിയേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇത് പറയുന്നത്. പിന്നെ ഹൈ ഇൻഡെക്സ് ഗ്ലാസസ്. ഹൈ ഇൻഡെക്സ് ഗ്ലാസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂടിയിട്ടുള്ള ഗ്ലാസസ് ആണ് ഫോർ തിന്നായിട്ടുള്ള ഗ്ലാസസ് ക്രിയേറ്റ് ചെയ്യാനും അതുപോലെ ബെസ്റ്റ് ഫോം ലെൻസസ് ആയിട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഹൈ ഇൻഡെക്സ് ഗ്ലാസസ് യൂസ് ചെയ്യും. ലെഡ് ഓക്സൈഡ് ആണ് സാധാരണ ഇതിൽ കൂടുതലായിട്ട് ഇൻക്ലൂഡ് ചെയ്യുന്ന മെറ്റീരിയൽ. ഫ്ലിൻ ഗ്ലാസ് പ്രൊഡ്യൂസ് ചെയ്യും ലെഡ് ഓക്സൈഡ് പ്ലേസ് ചെയ്യുമ്പോഴത്തേനും. ഇറ്റ് ഈസ് നൗ റീപ്ലേസ്ഡ് ബൈ ടൈറ്റാനിയം ഓക്സൈഡ്സ്. അപ്പോൾ അതിനെ നമ്മൾ ഹൈ ഇൻഡെക്സ് ഗ്ലാസസ് എന്ന് പറയും. നിയോബിയം, സിർക്കോണിയം, സ്ട്രോൺഷ്യം ഒക്കെ നമ്മൾ ഈ ഓപ്റ്റിക്കൽ പ്രോപ്പർട്ടീസ് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ആഡ് ചെയ്യുന്ന മെറ്റീരിയൽസാണ്. ഇനി റെസിൻ മെറ്റീരിയൽസ്, പ്ലാസ്റ്റിക് മെറ്റീരിയൽസ് ഇതിൽ സാധാരണ യൂസ് ചെയ്യുന്നതിന് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. തെർമോ സെറ്റിംഗ് എന്നും തെർമോ പ്ലാസ്റ്റിക് എന്നും. റെസിൻ ലെൻസസ് ആർ മെയ്ഡ് ഫോർ സ്മോൾ മോളിക്കുലർ യൂണിറ്റ്സ് കോൾഡ് മോണോമേഴ്സ് which link together to form long chain known as polymers. And the process of linking the monomers together is known as polymerization. നിങ്ങൾക്ക് പ്ലാസ്റ്റിക് ലെൻസിൻ്റെ മെറ്റീരിയലിനെ പറ്റിയിട്ട് അധികം ഇല്ല, മാനുഫാക്ചറിങ്ങിനെ പറ്റിയിട്ട് അധികം ഇല്ല എന്ന് പറയാം. അതിനകത്ത് പോളിമറൈസേഷൻ എന്ന് പറയുന്ന പ്രോസസ്സാണ് മെയിനായിട്ട് നടക്കുന്നത്. മെറ്റീരിയൽസ് അതിൻ്റെ റോ മെറ്റീരിയൽസ് വെച്ചിട്ട് പോളിമറൈസേഷൻ ചെയ്ത് കഴിഞ്ഞാൽ ലെൻസ് ഉണ്ടാക്കാൻ പറ്റും. There are two processes to make resin lenses. Two methods, two types ഉണ്ട് lenses, thermosetting and thermoplastic. Thermosetting and thermoplastic differ basically in the lining up of the molecules in the structure. Thermosetting is a cross-linked molecular structure resembles a ladder with the extra rungs. They do not melt or flow when heat is applied and makes the material less flexible. Examples are CR39 and some high-index lenses. അതിനകത്ത് ഹീറ്റ് ചെയ്താലും ഹീറ്റിൽ പോയാലും തണുപ്പിച്ചാലും ഒന്നും അതിനനുസരിച്ചിട്ട് വ്യത്യാസം വരില്ല. മെൽറ്റ് ചെയ്യും, ഫ്ലോ ചെയ്യും ഒന്നും ചെയ്യില്ല. അതാണ് തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക്. തെർമോ പ്ലാസ്റ്റിക് ഈസ് അപ് ടു തെർമലി സ്റ്റേബിൾ അല്ലാത്ത മെറ്റീരിയലാണ് തെർമോ പ്ലാസ്റ്റിക് എന്ന് പറയുന്നത്. ചൂടാക്കുമ്പോഴും തണുപ്പിക്കുമ്പോഴും വ്യത്യാസം വരും സ്ട്രക്ചറിൽ. Thermoplastic are not cross-linked molecular structure and molecular chains are independent of each other. It looks like a ladder without rungs. Optically, they are not so stable during processing. They soften under heat and therefore good for injection molding process ആണ് സാധാരണ തെർമോപ്ലാസ്റ്റിക്കിന് നമ്മൾ ചെയ്യുന്നത്. They are very sensitive to abrasion and polycarbonates are the examples. ഇതാണ് തെർമോപ്ലാസ്റ്റിക്കിൻ്റെയും തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക്കിൻ്റെയും മോളിക്കുലർ സ്ട്രക്ചർ. നമ്മൾ നേരത്തെ പറഞ്ഞു പ്ലാസ്റ്റിക് ലെൻസിൻ്റെ മാനുഫാക്ചറിങ് നടക്കുന്നത് പോളിമറൈസേഷൻ പ്രോസസ്സ് വെച്ചിട്ടാണ്. ചെയിൻ പോളിമറൈസേഷനും ഉണ്ട്, കണ്ടൻസേഷൻ പോളിമറൈസേഷനും ഉണ്ട്. അതിലെ വ്യത്യാസം എന്ന് പറയുന്നത് ലോങ് പോളിമർ ചെയിൻസ് രണ്ടും കൂടെ കെമിക്കൽ റിയാക്ഷനിൽ ഏർപ്പെടുന്നു. രണ്ട് മോണോമർ മോളിക്യൂൾസ് കൂടെ കെമിക്കൽ റിയാക്ഷനിൽ ഏർപ്പെട്ട് ഉണ്ടാകുന്ന ഒരു ലോങ് പോളിമർ ചെയിനാണ് ചെയിൻ പോളിമറൈസേഷൻ എന്ന് പറയുന്നത്. അതേസമയം കണ്ടൻസേഷൻ പോളിമറൈസേഷൻ എന്ന് പറയുന്നത് ഫങ്ഷണൽ ഗ്രൂപ്പ്, നിങ്ങളിത് കെമിസ്ട്രിയിൽ പഠിച്ചിട്ടുണ്ടാവും മിക്കവാറും. എന്തായാലും ഫങ്ഷണൽ ഗ്രൂപ്പും കൂടി ഉള്ള രണ്ട് മോണോമേഴ്സ് ജോയിൻ ചെയ്ത് വലിയൊരു മാക്രോ മോളിക്യൂൾ ആകുന്നു, ഗിവിങ് ഓഫ് സം ബൈ പ്രോഡക്ട്സ് ലൈക്ക് വാട്ടർ. അതിനെയാണ് കണ്ടൻസേഷൻ പോളിമറൈസേഷൻ എന്ന് പറയുന്നത്. രണ്ട് ഡിഫറെൻറ്റ് പ്രോസസ്സിലൂടെയാണ് നമ്മൾ ഈ പ്ലാസ്റ്റിക് ലെൻസസിനെ ഉണ്ടാക്കിയെടുക്കുന്നത്. ഒന്ന് കാസ്റ്റിംഗ് പ്രോസസ്സും ഒന്ന് ഇഞ്ചക്ഷൻ മോൾഡിങ്ങും. കാസ്റ്റിംഗ് പ്രോസസ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ദ ലിക്വിഡ് മെറ്റീരിയൽ ഈസ് poured into a mold and consisting of two halves and then allowed to, അതായത് രണ്ട് മോൾഡുകളുടെ ഇടയിൽ ഈ മെറ്റീരിയൽ, അപ്പോൾ നമ്മൾ ആദ്യം മെറ്റീരിയൽ ഉണ്ടാക്കിയെടുത്തു, പ്ലാസ്റ്റിക്കിൻ്റെ എന്താണോ അതിൻ്റെ ബേസിക് കമ്പോണൻറ്റ്, ആ കമ്പോണൻറ്റിൻ്റെ പ്ലാസ്റ്റിക് മെറ്റീരിയൽ ഉണ്ടാക്കിയെടുക്കും. ആ റോ മെറ്റീരിയൽ നമ്മളിതിൻ്റെ ഈ രണ്ട് മോൾഡിൻ്റെ ഇടയിൽ വെച്ചിട്ട് പ്രസ് ചെയ്ത് എടുക്കുന്നു.
അത്രേ ഉള്ളൂ. ആൻഡ് അങ്ങനെ സെമി ഫിനിഷ്ഡ് പ്രൊഡക്റ്റ് ആൻഡ് ഈസ് ഗ്രൗണ്ട്. പിന്നെ അപ്പോൾ നമ്മൾ അങ്ങനെ ബ്ലാങ്ക് ഉണ്ടാക്കും. അതാണ് കാസ്റ്റിംഗ് പ്രോസസ്സ് എന്ന് പറയുന്നത്. ഇഞ്ചക്ഷൻ മോൾഡിംഗ് എന്ന് പറയുന്നത് കുറച്ച് ഡിഫറെൻ്റ് ആണ്. അതിൽ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹൈ പ്രഷർ, അണ്ടർ ഹൈ പ്രഷർ ഒരു മോൾഡിലേക്ക് ഈ മെറ്റീരിയൽ ഇഞ്ചെക്ട് ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ അതിനെ തണുപ്പിച്ച് കഴിയുമ്പോഴത്തേനും ഈ നമുക്ക് ഉദ്ദേശിച്ച മെറ്റീരിയൽ ഷേപ്പിൽ നമുക്ക് ആ മെറ്റീരിയൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. കുറച്ചും കൂടെ ആക്യുറേറ്റ് ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് ഇഞ്ചക്ഷൻ മോൾഡിങ്. കുറച്ചും കൂടെ അൺസ്റ്റേബിൾ ആയിട്ടുള്ള മെറ്റീരിയൽസാണ് സാധാരണ നമ്മൾ ഈ മെത്തേഡ് വഴി ഉണ്ടാക്കിയെടുക്കുന്നത്. ഇത്രയാണ് ലെൻസ് കണ്ണടയുടെ ബ്ലാങ്ക് ഉണ്ടാക്കുന്ന മെത്തേഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ അതിൻ്റെ ഹിസ്റ്ററി പഠിച്ചു. ഹിസ്റ്ററി ബ്രീഫായിട്ട് ഹിസ്റ്ററി പഠിച്ചു. പിന്നെ കുറച്ച് ടേംസാണ് പഠിച്ചത്. ലാബോറട്ടറി, സർഫസിങ് ലാബോറട്ടറി, ഒപ്റ്റിക്കൽ ഫിനിഷിംഗ് ലാബോറട്ടറിയുടെ ഒക്കെ കുറച്ച് ടേംസ് പഠിച്ചു. പിന്നെ റോ മെറ്റീരിയൽസ് യൂസ് ചെയ്യുന്ന ഏതാണ്, പിന്നെ മാനുഫാക്ചറിങ് പ്രോസസ്സ്, 7 സ്റ്റെപ്സ് ഉള്ള മാനുഫാക്ചറിങ് പ്രോസസ്സും പിന്നെ അതിൻ്റെ മെറ്റീരിയൽസ് സാധാരണ യൂസ് ചെയ്യുന്നത്. മെറ്റീരിയൽ നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് അസൈൻമെൻറ്റ് നോക്കി പഠിക്കണം. ഇത്രയാണ് മാനുഫാക്ചറിങ്ങിൻ്റെ ഭാഗത്ത് വരുന്നത്. ഇനി ബ്ലാങ്കിൽ നിന്നും എങ്ങനെ ഉണ്ടാക്കാമെന്ന് അടുത്ത സെക്ഷനിൽ പറയാം.